ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിലല്ലേ ഇതിന്റെ കണക്ക് പറയേണ്ടത്? ഹൈക്കോടതിയിൽ മാത്രമല്ല പറയേണ്ടത്. ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കണക്ക് ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിക്കുകയും ആളുകളെ അറിയിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ദേവസ്വം ബോർഡിന്റെ പണം എന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ പണമാണല്ലോ. ഹൈക്കോടതി പറയുമ്പോ അത് ഓട്ടോമാറ്റിക്കായി വാർത്തയായിട്ട് ജനങ്ങളിലേക്ക് എത്തും. അതാണല്ലോ സംഭവിക്കുക. ഹൈക്കോടതി കൊടുത്ത കണക്കും ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കണക്കും എല്ലാം പൊരുത്തപ്പെടുന്നില്ല. ഞാൻ പറയാൻ തന്നെയല്ലേ വിളിച്ചത്. പറഞ്ഞോ. അതായത് ഈ 1 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങി എന്നുള്ളത് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നോ? ഈ കൊടുത്തെന്ന് പറഞ്ഞതിനകത്ത് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതാരുണ്ടാക്കിയ കഥയാ? അതായത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വലത് മാധ്യമങ്ങൾക്കും അവരെ കൊണ്ട് ഗുണം കിട്ടേണ്ടവർക്കും വേണ്ടി കഥകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തെല്ലാം കഥ വന്നു. ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം കണ്ടായിരുന്നേ, അതുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ഒരു ഷാജി പത്തനംതിട്ട ഈ പൊതുവഴി വിളിച്ചു പറഞ്ഞോ അവിടുത്തെ സ്കൂളുകളില് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്? ശ്രീ കൃഷ്ണൻകുട്ടി അത് പറഞ്ഞു. എന്തായാലും പോട്ടെ. അതിന് ഒറ്റ ചോദ്യമേ ഉള്ളൂ. അതിന് പുള്ളി പറഞ്ഞ ഫോണിൽ കൂടെ പറഞ്ഞുതരാന്ന് പറഞ്ഞ സ്കൂളിന്റെ പേര് അത് പറഞ്ഞു തന്നോ? അത് ഇന്നലെ കഴിഞ്ഞ കാര്യമാണ് ശ്രീ കൃഷ്ണൻകുട്ടി. അതല്ല, താങ്കൾ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരാം. അല്ല, താങ്കൾ പറഞ്ഞ വിഷയത്തിൽ താങ്കൾ ഈ പറഞ്ഞ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് 1 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങി എന്നൊക്കെ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ ഒറ്റ ചോദ്യമേ ഉള്ളൂ, 5 മാസം മുമ്പ് നടന്ന ആഗോള അയ്യപ്പ സംഗമം അതിന് എത്ര രൂപ ചെലവായി, എത്ര രൂപ കിട്ടി എന്ന് ചോദിച്ചാൽ കൃത്യം കണക്ക് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ദേവസ്വം ബോർഡ്. ഇന്ന് ഈ നിമിഷം വരെ ദേവസ്വം ബോർഡിന് ആ തരത്തിലേക്ക് ഒരു കണക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കണക്കിൽ എവിടെയോ കുഴപ്പമുണ്ട് എന്ന് സാമാന്യ യുക്തിയുള്ള ഏത് മനുഷ്യനും ചിന്തിക്കും.